നമ്മൾ സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും എത്ര വലിയ ജോലി നേടിയാലും ഒരിക്കലും കിട്ടാത്ത ചില കാര്യങ്ങളാണ് ചെറുപ്പത്തിലെ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ളത്. രാവിലെ ഉണർന്നാൽ ഉടനെ പ്രാർത്ഥിക്കുക, വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ ഡെയിലി റൊട്ടീൻ ബ്രഷ് തേക്കുക മുതലായ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്ത് വരുന്നതിന് മുമ്പായിട്ട് ബെഡ്ഷീറ്റ് നന്നായിട്ട് വിരിച്ചിടുക. റൂം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളാണെങ്കിലും വലിയ പിള്ളേരാണെങ്കിലും അടുക്കളയിൽ അമ്മമാരെ സഹായിക്കുക. എന്ത് സ്ഥാനം എടുത്താലും തിരിച്ച് അതാത് സ്ഥാനത്ത് വയ്ക്കുക. അങ്ങനെ അടുക്കും ചിട്ടയും ചെറുപ്പം മുതലേ ശീലിക്കുക. അമ്മമാരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ അമ്മമാർ ഡ്രസ്സൊക്കെ അലക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് അവരുടെ ഡ്രസ്സുകൾ മടക്കി കാണിച്ചു കൊടുത്ത് അവരെ മടക്കാനായിട്ട് അവരുടെ തുണികൾ മടക്കി അടുക്കും ചിട്ടയോടെ വെക്കാൻ അവരെ പഠിപ്പിക്കണം. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അവരെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ നമ്മൾ വിളിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ പരസ്പരമുള്ള സംസാരം, സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുള്ള സംസാര രീതി. വീട്ടിൽ അതിഥികൾ വന്നാൽ അവരെ സൽക്കരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ സൽക്കരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും പിള്ളേരും മറ്റുള്ളവരോട് സൽക്കരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. ആ കുഞ്ഞുങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അതിഥികൾക്ക് കൊണ്ടു കൊടുക്കാനും അവരുമായിട്ട് മിണ്ടാനും, അവരെ ഒരിക്കലും ഫോണുമായിട്ടോ അല്ല വേറെ ഒരു രീതിയിലോട്ട് ഓടി റൂമിനകത്ത് പോകാതെ അതിഥികളുടെ അടുത്ത് നിന്ന് അവരുമായിട്ട് സംസാരിക്കാനൊക്കെ പിള്ളേരെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുക. പിള്ളേർക്ക് കുഞ്ഞു ചെടിച്ചട്ടികൾ, പൂച്ചട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പച്ചക്കറി നടുന്ന ചട്ടിയും പൂക്കളിൽ നടുന്ന ചെടിച്ചട്ടിയൊക്കെ കൊടുത്ത് വെള്ളം ഒഴിക്കാനും ഒക്കെ ആയിട്ട് പ്രേരിപ്പിക്കുക. അതേ പൂക്കളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാകുമ്പോൾ ആ പിള്ളേർക്ക് എന്തുമാത്രം സന്തോഷമാകും ഉണ്ടാവുക. അവർ പിന്നെ അത് നടാൻ അവർക്ക് ഇഷ്ടമാകും, അവർക്കത് പ്രോത്സാഹനമാകും. അങ്ങനെ മൊബൈലും കമ്പ്യൂട്ടറൊന്നും അല്ലാത്തൊരു ലോകം, അവർക്ക് പുറത്തുള്ള വേറൊരു ലോകം ചെറുപ്പം മുതലേ കാണിച്ചു കൊടുക്കുക. ബഹുമാനിക്കാൻ പഠിക്കുക. ജാതിയും മതവും ഉയർച്ചയും താഴ്ചയും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നൊന്നും നോക്കാതെ എല്ലാവരുമായിട്ട് ഇടപെടാനും വളരെ എളിമയോടെയും താഴ്മയോടെയും സംസാരിക്കാനും പെരുമാറാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. എല്ലാ അമ്മമാരും പറയുന്ന കാര്യമാണ്. 1 വയസ്സ് മുതൽ 2.5-3 വയസ്സ് വരെയുള്ള പിള്ളേരെ നോക്കാൻ ഭയങ്കര പാടാണ്, അടങ്ങിയിരിക്കില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ. ആ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സുള്ള 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കിച്ചണിൽ തന്നെ അമ്മമാർ കാണാവുന്ന രീതിയിൽ നിലത്തൊരു കട്ടിയുള്ള തുണി വിരിച്ചിടുക. അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പാത്രവും കുറച്ച് സ്പൂണും 2-3 കുഞ്ഞു പാത്രമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി നോക്കിക്കേ. എത്ര നേരം വേണമെങ്കിലും അവർ ആ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നോളും. തീരുമ്പോൾ ഒരു 1/2 ഗ്ലാസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം നിലത്ത് വീണാൽ ആ കട്ടിയുള്ള തുണിയിൽ പറ്റിക്കോളും, തറയിൽ വീണ അഴുക്കാകില്ല, പിള്ളേർ തെന്നി വീഴില്ല. അതുപോലെ ഈ അടുക്കും ചിട്ടയും വൃത്തിയും പ്രാർത്ഥനയും പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും അതിഥി സൽക്കാരവും ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ കുടുംബത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. ചെറുപ്പത്തിൽ നമ്മുടെ ആദ്യത്തെ വിദ്യാലയം നമ്മുടെ കുടുംബമാണ്. അവിടുന്ന് പഠിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര ഉയർന്ന സ്ഥാനത്ത് ചെന്നാലും ഒരിക്കലും അത് പിന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ കരുതലോടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു വിടുക. അവരോടൊപ്പം കുറേ സമയം ചെലവഴിക്കുക, പറ്റുന്നത്ര സമയം അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനും അവരോടൊപ്പം കളിക്കാനും അവരെ ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കി അവരോട് കൂടുക. നമ്മുടെ റെസ്പെക്റ്റ് കളയാതെ നോക്കണം. അതോടൊപ്പം നമ്മുടെ പിള്ളേരുടെ ബെസ്റ്റ് ഫ്രണ്ടായി തീരാനും ശ്രമിക്കുക. അപ്പോൾ ആ പിള്ളേർ നമ്മിൽ നിന്നാകുന്നു പോവില്ല.